നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന CJ റോയിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ക്ഷമാപണമടക്കം ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ആരെയാണ് അനന്തരാവകാശിയാകേണ്ടത്, ധനമിടപാടുകൾ ആരെക്കുറിച്ചുള്ളതാണ് എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ തന്റെ ഭാഗമായിരുന്ന തൊഴിലാളികളെ പിൻഗാമികൾ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്നൊക്കെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന സൂചനയാണ് ലഭിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന SIT സംഘം പറയുന്നത് ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഏകദേശ രൂപം പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഏതായാലും 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പ്രകാരമാണ് ഇതൊക്കെ എഴുതി വെച്ചത് എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു. ഒരിക്കലും അപ്പോഴുണ്ടായ ഒരു പ്രശ്നത്തിന്റെ പേരിലോ ഒരു സമ്മർദ്ദത്തിന്റെ പേരിലോ അല്ല ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, പലപ്പോഴും നമുക്കറിയാം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന CJ റോയ് മാധ്യമങ്ങളെയൊക്കെ വലിയ രീതിയിൽ സഹായിക്കുന്നത് കൊണ്ട്, കൈയയച്ച് സഹായിക്കുന്നത് കൊണ്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചില നറേറ്റീവുകളുണ്ട്. വളരെ സത്യസന്ധനായിരുന്നു, ഒരു തരത്തിലും ആരെയും ഉപദ്രവിച്ചിരുന്നില്ല, കടമുണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള നറേറ്റീവുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു പോയിരുന്നു. ഏതായാലും ഇപ്പോഴും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നേരത്തെ മുതലുള്ള ചില കാര്യങ്ങൾ ചർച്ചയാവുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ക്രിസ്റ്റൽ ഗ്രൂപ്പിലായിരുന്നു ഒരു സാധാരണ ജോലിക്കാരനായി ചെന്നതാണ് ഈ റോയ്. അപ്പോൾ അവിടെ നിന്നും അവന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഓണറായിരുന്ന നമ്പൂതിരിയെയും ലതാ നമ്പൂതിരി എന്ന് പറയുന്ന അവർ ഭാര്യയും ഭർത്താവിനെയും പറ്റിച്ച് അവരുടെ സ്വത്തുക്കളടക്കം അടിച്ചു മാറ്റിക്കൊണ്ടാണ് അടുത്ത ബിസിനസ്സിന് തുടക്കമിട്ടത് എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാത്രമല്ല, അറിയാവുന്ന ഒരു ബിസിനസ്സുകാരൻ കഴിഞ്ഞ ദിവസം ഈ റോയിയോടൊപ്പം ബിസിനസ് ചെയ്തിരുന്ന ഒരാൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ റോയ് മരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഈ വിഷയം ലതാ നമ്പൂതിരിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഞാൻ ലതാ നമ്പൂതിരിയെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ലതാ നമ്പൂതിരിയുടെയും കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്നേ പറഞ്ഞതാണ്, അവസാന കാലഘട്ടത്തിൽ അതായത് ബിസിനസ് പിരിയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ അയാളിരുന്ന് CJ റോയ് പറയുന്നുണ്ട്, താൻ ആ സ്ഥാപനത്തിൽ എല്ലാവരെയും വിളിച്ചു ചോദിച്ചു എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു എന്ന്. മറ്റൊരാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ ആ സ്ഥാപനം എങ്ങനെ കൈവശപ്പെടുത്തി എന്ന് അയാളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ സ്ഥാപനത്തിലും അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ സ്ഥാപനത്തിൽ ജോലിക്കാരനായി വന്ന ശേഷം എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും എന്റെ സ്ഥാപനം പിടിച്ചടക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളുണ്ട്. അതുപോലെ തന്നെയായിരുന്നു റോയ് ചെയ്തിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും വലിയ കോടീശ്വരനിലേക്കുള്ള വളർച്ച അത് തന്നെ മറ്റുള്ളവരെ പറ്റിച്ചായിരുന്നു എന്ന് ഇപ്പോൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. പലപ്പോഴും ആദ്യമേ തന്നെ ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഡർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് വേണ്ട ആദ്യത്തെ അഡ്വാൻസ് തുക കൈപ്പറ്റിയ ശേഷം പിന്നീട് അഡ്വാൻസ് ആയ തുക ആദ്യമേ തന്നെ ഈ കൊടുക്കുന്നവർക്ക്, ഇപ്പൊ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് നൽകിയ ശേഷം മെറ്റീരിയൽസ് അപ്പോൾ നമ്മൾ നേരത്തെ പ്രീ ബുക്കിങ്ങും നേരത്തെ പണവും ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഇവർ ആദ്യമേ തന്നെ അത് ഇറക്കി വിശ്വാസ്യതയുള്ള ആളാണെന്ന് ഒരു ധാരണ പരത്തും. പക്ഷെ പിന്നീട് പണം കൊടുക്കില്ല. അങ്ങനെ പല കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നുണ്ട് റോയിയെ കുറിച്ച്. ജീവിച്ചിരുന്ന റോയ് എന്തൊക്കെയോ ഭയന്നിരുന്നു എന്ന് വ്യക്തമാണ്. ഇൻകം ടാക്സ് റെയ്ഡിനിടയിൽ സീൽ ചെയ്യുകയും പല ലോക്കറുകളും സീൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തുറക്കുമ്പോഴാണ് എന്താണ് യഥാർത്ഥ സംഭവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് അതിസമർത്ഥമായി മറ്റുള്ളവരെ വഞ്ചിക്കാനും ചതിക്കാനും ഒക്കെ കഴിയും. അങ്ങനെ അതിസമർത്ഥമായി മരണം വരെ അവരാരാണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക പോലുമില്ല. അത്തരം സംഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരാൾ മരിച്ച ശേഷമാണ് അയാൾ എത്രത്തോളം മോശക്കാരനായിരുന്നു, എത്രത്തോളം ഫ്രോഡായിരുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ CJ റോയ് കാണിച്ചിരുന്ന ഒരു മുഖമൂടി, ആ മുഖമൂടി അഴിഞ്ഞു വീടുമെന്നുള്ള ഭയം തന്നെയായിരിക്കണം CJ റോയ് ഇത്തരം ഒരു കൃത്യത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ആത്മഹത്യാക്കുറിപ്പൊക്കെ എഴുതി വെച്ച് കാത്തിരുന്നു എന്നാണ്. വെരി മച്ച് ട്രബിൾ എന്ന് സഹോദരന് മെസ്സേജ് അയച്ചു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഈ റെയ്ഡ് ട്രബിൾ ആണെന്നാണ്. റെയ്ഡ് ട്രബിൾ ആകുന്നത് എപ്പോഴാണ്? റെയ്ഡ് ഏറ്റവും കൂടുതൽ ട്രബിൾ ആകുന്നത് തീർച്ചയായും കള്ള ഇടപാടുകൾ ഉള്ളപ്പോഴാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് ആരെങ്കിലും എന്തെങ്കിലും റെയ്ഡ് ചെയ്താൽ നമുക്ക് എന്താണ് ഭയക്കാനുള്ളത്? ഒന്നും ഭയക്കാനില്ല, ഒരു ട്രബിളും ഇല്ല, ഒന്നും കണ്ടെത്താൻ കഴിയില്ല. ഒരു തരത്തിലുള്ള അവിഹിത ഇടപാടുകളോ ഒരു തരത്തിലുള്ള അനർഹമായ സാമ്പത്തിക സ്രോതസ്സുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തവർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഏത് റെയ്ഡിനെയും നമ്മൾ വെൽക്കം ചെയ്യും. ഇത് വെരി മച്ച് ട്രബിൾ എന്ന് സഹോദരന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന് പോലും അത് അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന റോയിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഭാര്യയ്ക്ക് അറിയാമായിരുന്നു എന്നാണ്. അപ്പോൾ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അന്വേഷണ സംഘം റോയിയുടെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും റോയിയുടെ ഭാര്യയെ ചോദ്യം ചെയ്താൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇവിടെ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട എന്ന് ഭാര്യ പറഞ്ഞിരുന്നുവെന്ന്, തന്റെ അമ്മയുടെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നുവെന്ന്. ഈ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതൊന്നും വ്യക്തമല്ലല്ലോ. കാരണം നേരായി ഉണ്ടാക്കുന്ന പണം അല്ലെങ്കിൽ ആ പണം നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറയാനുള്ള അവകാശം അതെല്ലാവർക്കുമുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു അവകാശമാണോ അവർ പങ്കുവെച്ചത് അല്ലെങ്കിൽ അവർ പറഞ്ഞതെന്ന് പോലും ചോദ്യം പ്രസക്തമാവുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്ലോവാക്യൻ കമ്മീഷണറേറ്റിനെ കുറിച്ചാണ്. ഈ കമ്മീഷണറേറ്റൊക്കെ ഉണ്ടാക്കി വെച്ച സ്ലോവാക്യൻ രാജ്യങ്ങളുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമുക്കറിയാം. സാമ്പത്തിക ഇടപാടുകൾ, ആയുധ കച്ചവടം, അതുപോലെ തന്നെ പലതരത്തിലും മയക്കുമരുന്ന് കച്ചവടം, ഇങ്ങനെയൊക്കെയുള്ള രാജ്യമാണ് സ്ലോവാക്യ. അവർ സ്ലോവാക്യൻ കമ്മീഷണറേറ്റ് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്നും പരിരക്ഷ വേണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു, അത് നേടിയത് എന്തിനു വേണ്ടിയായിരുന്നു, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ അന്വേഷണ ഏജൻസികളോ അന്വേഷണ ഉദ്യോഗസ്ഥരോ IT ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട ദുരൂഹതയാകില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോയിയുടെ ഇടപാടുകളുടെ ദുരൂഹത, റോയിയുടെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു, റോയിയുടെ ബാക്കിയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ, ബിസിനസ്സുകളെ സംബന്ധിച്ച് അന്വേഷണം കൃത്യമായി വരുമ്പോൾ, കൃത്യമായി പിടിച്ചെടുത്തിട്ടുള്ള ഡോക്യുമെന്റുകൾ പുറത്തു വരുമ്പോൾ, കൃത്യമായി പിടിച്ചെടുത്തിട്ടുള്ള വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ റോയി എന്ന ആൾ സാധാരണ കാണുന്ന ആളായിരുന്നില്ല എന്ന് കേരളത്തിലെ പൊതുജനത്തിന് വ്യക്തമാകും എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.